മണ്ണിനെ സ്നേഹിച്ച കേരളത്തിലെ കർഷകർക്ക് കൃഷി ഒരു ജീവനോപാധി മാത്രമായിരുന്നില്ല, സംസ്കാരത്തിന്റെ മറ്റൊരു മുഖം കൂടിയായിരുന്നു. എന്നാൽ ഇന്ന് കഥ മാറി. കാർഷിക സംസ്കൃതിയുടെ അടയാളങ്ങൾ മായുകയാണ്. കൊയ്ത്തരിവാളിൽ നിന്നും കൊയ്ത്തുമെതി യന്ത്രത്തിലേക്കുള്ള മാറ്റം കൃഷിയുടെ വ്യാവസായിക മുഖത്തിന്റേതു കൂടിയാണ്. കൃഷിയിടങ്ങളിൽ ഫ്ളാറ്റുകൾ ഉയർന്നു. കൃഷി നഷ്ടത്തിലായ കർഷകർ ജീവിതം തന്നെ അവസാനിപ്പിക്കുന്നത് പതിവ് വാർത്തകളായി. കച്ചവട കണ്ണുകളോടെ ഈ മേഖലയിലേക്ക് കടന്നവർ പരമ്പരാഗത കർഷകന്റെ മൂല്യബോധത്തെ തകിടം മറിച്ചു. അവശ്യ സാധനങ്ങളുടെ വില കുതിച്ചുയരുകയും കിട്ടുന്നതാകട്ടെ വിഷാംശം നിറഞ്ഞതാണ് എന്ന് തിരിച്ചറിയുക കൂടി ചെയ്തപ്പോൾ സ്വന്തം അടുക്കളത്തോട്ടത്തിനും കൂട്ടുകൃഷിക്കും സംയോജിത കൃഷിക്കും സമ്മിശ്ര കൃഷിക്കുമൊക്കെ പ്രസക്തിയേറി. ഇത്തിരി മണ്ണിൽ കിളച്ച് വിത്ത് പാകുമ്പോൾ കിട്ടുന്ന ആത്മസംതൃപ്തി മനസ്സിലാക്കി മലയാളി കൃഷിയിലേക്ക് ഒരു തിരിച്ചുപോക്കിന് മനസ്സിനെ തയ്യാറാക്കുന്ന കാലം കൂടിയാകുന്നു ഇത്. കേരളത്തിലെ കാർഷിക മേഖലയിലെ വർദ്ധിച്ച ജനസാന്ദ്രത, കാലാവസ്ഥാ വ്യതിയാനം, ജലസേചന സൗകര്യക്കുറവ്, കൂടിയ ഉൽപാദന ചെലവ്, കുറഞ്ഞ ഉൽപാദനക്ഷമത, മേച്ചിൽപ്പുറങ്ങളുടെ അഭാവം, കുറഞ്ഞ സംസ്കരണ വിപണന സൗകര്യങ്ങൾ, അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ വൻതോതിലുള്ള വരവ്, ആഗോളവൽക്കരണത്തിന്റെ പ്രത്യാഘാതങ്ങൾ മുതലായ പരിമിതികളെ മറികടക്കുവാനുള്ള ഒരു കൃഷി സമ്പ്രദായമാണ് സംയോജിത കൃഷി. ഈ സാഹചര്യത്തിലാണ് ഏതാണ്ട് ഒരു ദശകമായി ഈ രംഗത്ത് കാലുറപ്പിച്ചു നിൽക്കുന്ന തിരുവനന്തപുരം ജില്ലയിലെ കുന്നത്തുകാൽ കൃഷിഭവൻ പരിധിയിലുള്ള ആനാവൂർ പടപ്പിത്തോട്ടം വേങ്കച്ചൽ പർവ്വത്തിലെ പി ഗോപാലകൃഷ്ണൻ നായർ മാതൃകയാവുന്നത്. ബികോം, MA എന്നീ ബിരുദങ്ങൾ നേടിയ ശേഷം മുംബൈ ആസ്ഥാനമായി സ്വന്തം ഷിപ്പിംഗ് ഏജൻസി തുടങ്ങി. ദീർഘകാലം വ്യാപാരത്തിലേർപ്പെട്ട ശേഷം കമ്പനികൾ മക്കൾക്ക് കൈമാറി. ചെറുപ്പത്തിൽ മനസ്സിൽ കൊണ്ടുനടന്ന ആഗ്രഹപൂർത്തിക്കായി തന്റെ കുടുംബമായ ആനാവൂരിലെ വേങ്കച്ചലിലെത്തി കൃഷി ആരംഭിച്ചു. ചെറുപ്പത്തിൽ മനസ്സിൽ കാത്തുസൂക്ഷിച്ച കാർഷിക ചൈതന്യം എങ്ങനെയും തിരിച്ചു കൊണ്ടുവരണമെന്ന മോഹമാണ് 60 പിന്നിട്ട ഗോപാലകൃഷ്ണ പിള്ള എന്ന PGക്ക് മനസ്സു തളരാതെ മണ്ണിൽ ചൂടുറപ്പിക്കുവാൻ പ്രേരണ നൽകിയത്. ഞാൻ ഒരു പരമ്പരാഗത കൃഷി ഫാമിലിയിലെ മെമ്പറാണ്. പക്ഷേ ചെറുപ്പത്തിൽ തന്നെ നാട് വിടുകയും അങ്ങനെ വാരാണസിയിൽ തുടങ്ങിയ എൻ്റെ ജീവിതം എക്സ്പോർട്ടറായിട്ടും ഷിപ്പിംഗ് ഏജന്റായിട്ടും നോർത്ത് ഇന്ത്യ മുഴുവനും കറങ്ങി ബോംബെ ആസ്ഥാനമായിട്ടുള്ള എൻ്റെ ബിസിനസ് രീതികളിൽ നിന്ന് പിന്മാറി പഴയ കൃഷിക്ക് വേണ്ടി ഞാൻ നാട്ടിൽ വന്നതാണ്. അങ്ങനെ നാട്ടിൽ വന്ന് പരമ്പരാഗതമായിട്ടുള്ള രീതിയിലുള്ള കൃഷിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ പുതിയ രീതിയിലുള്ള വളപ്രയോഗങ്ങളോ ഒന്നും ചെയ്യാതെ തന്നെ ഈ ആടുമാട് വളർത്തലും കൃഷിയും പരമ്പരാഗതമായിട്ടുള്ള ആചാര വിശേഷങ്ങളിലും എല്ലാത്തിലും ഇൻട്രസ്റ്റ് കാണിച്ചുകൊണ്ട് ഒരു തരത്തിലുള്ള റിട്ടയർമെന്റിനെ മുതലെടുക്കുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. എല്ലാതരം കൃഷിയോടും അഭിനിവേശമുള്ളതുകൊണ്ട് എല്ലാം കൂടി ഒരു സമ്മിശ്ര കൃഷി രീതിയാണ് അവലംബിച്ചിരിക്കുന്നത്. നീണ്ടകാലം കാടു പിടിച്ചുകിടന്ന സ്ഥലം മണ്ണിനെ നോവിക്കാതെയും വെള്ളം ഒലിച്ചു പോകാതെയും ഒരു തരി മണ്ണ് പോലും നഷ്ടപ്പെടാതെ തട്ടുകൾ തിരിച്ച് തവാരണകളിൽ പുല്ല് നട്ട് പരിപാലിച്ചു. തറവാട്ടിൽ നിന്നു കിട്ടിയ സ്വന്തം വിഹിതത്തിൽ ഉണ്ടായിരുന്ന തെങ്ങും പാഴ്മരങ്ങളും ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ഭൂമി എല്ലാത്തരം വിളകളുടെയും സംയോജിത കൃഷി മികവ് പ്രകടമാക്കുന്ന ദൃശ്യവിസ്മയമാകുന്നു. ഇത് സംയോജിത കൃഷിയായിട്ട് ചെയ്യാനാണ് താല്പര്യം. എന്ന് പറഞ്ഞാൽ ഒരു കൃഷി മറ്റൊരു കൃഷിയെ സഹായിക്കുന്ന രീതിയിൽ ഒരു നല്ലൊരു എക്കോസിസ്റ്റം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതുപോലെ ഓർഗാനിക്കായിട്ടുള്ള ആഹാര പദാർത്ഥങ്ങൾ ഇതിൽ കൂടെ എല്ലാ മൃഗങ്ങളും എല്ലാ സസ്യങ്ങളും ഒപ്പം
നമ്മൾ വളരുക. അതായിരുന്നു എൻ്റെ ഒരു ചിന്ത. അതിലേക്ക് വേണ്ടി എന്നെ സഹായിക്കാനുള്ള വയസ്സായ കുറേ മനുഷ്യർ എൻ്റെ കൂടെ കൂടിയിട്ടുണ്ട്. അവരുടെ ഒരു സഹായവും സഹകരണവും കാരണം നമുക്കിങ്ങനെ ഒരു പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന കാർഷിക പ്രവർത്തനങ്ങളുടെ സമന്വയമാണ് സംയോജിത കൃഷി. ഇതിലൂടെ കാർഷിക അവശിഷ്ടങ്ങൾ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കും. ഈ രീതിയിൽ ഒന്നിന് മറ്റൊന്നുമായി അഭേദ്യമായ ബന്ധമാണുള്ളത്. കാലിവളം കാർഷിക വിളകൾക്കായി പ്രയോജനപ്പെടുമ്പോൾ കാർഷിക ഉപോൽപ്പന്നങ്ങൾ കന്നുകാലികൾക്ക് തീറ്റയായി ഉപകരിക്കും. ഒരു കൃഷിരീതിയിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ മറ്റൊരു കൃഷിക്കുള്ള ഉപാധികളാകുന്നത് ഉൽപാദന ചെലവ് ഗണ്യമായി കുറയ്ക്കുവാൻ സഹായിക്കും. പരസ്പര പൂരകങ്ങളായ ഇത്തരം കാർഷിക വിളകളെ ലാഭകരമായി സമന്വയിപ്പിക്കുന്നതാണ് ഈ രീതി. കൃഷിയും നെൽപ്പാടങ്ങളും മത്സ്യം വളർത്തലും കന്നുകാലികളും കോഴി വളർത്തലും തേനീച്ച വളർത്തലും പരസ്പര ബന്ധമായി തീരുന്ന ഈ രീതി പൂർവികർ വിജയകരമായി നടത്തിക്കൊണ്ടിരുന്നതാണ്. 10 ഏക്കറിലാണ് ഇവിടുത്തെ കൃഷി. ഇതിൽ 5 ഏക്കറിൽ റബ്ബറും ബാക്കി 5 ഏക്കറിൽ സംയോജിത കൃഷിയുമാണ് അനുവർത്തിക്കുന്നത്. വളക്കൂറില്ലാതിരുന്ന ഇവിടുത്തെ മണ്ണിൽ കൃഷി തുടക്കത്തിൽ പരാജയപ്പെട്ടിരുന്നു. മണ്ണിലെ ഊഷരതയിൽ എല്ലാം നശിച്ചുപോയപ്പോഴാണ് ഊർവരതയാക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടങ്ങിയത്. ഇതിന് കുന്നത്തുകാൽ കൃഷിഭവന്റെ സാങ്കേതിക സഹായവും ലഭിച്ചു. കുന്നത്തുകാൽ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതലുള്ള കൃഷി റബ്ബർ കൃഷിയാണ്. എന്നാലും ശ്രീ ഗോപാലകൃഷ്ണൻ നായർ തികച്ചും വ്യത്യസ്തമായ രീതിയിൽ നമ്മുടെ ഏരിയയിൽ സംയോജിത കൃഷി പ്രാവർത്തികമായിക്കൊണ്ടിരിക്കുന്ന ഒരു കർഷകനാണ്. പശു, ആട്, കോഴി, താറാവ് എന്നിവ കൂടാതെ മത്സ്യവും തേനീച്ച കോളനികളും ഇവിടെ ചിട്ടയോടെ ക്രമീകരിച്ചിരിക്കുന്നു. ജൈവസമ്പത്തിന്റെ സാന്നിധ്യം വിളിച്ചോതി പറന്നു നടക്കുന്ന ചിത്രശലഭങ്ങൾ. ചെലവ് കുറഞ്ഞ തൊഴുത്തിൽ ജെഴ്സി, ബ്രൗൺ സ്വിസ് ഇനത്തിൽപ്പെട്ട 10 പശുക്കളും അവയുടെ കുട്ടികളുമുണ്ട്. 6 പശുക്കളെ ഇപ്പോൾ കറക്കുന്നുണ്ട്. ശരാശരി ഓരോ പശുവിൽ നിന്നും 15 ലിറ്റർ പാൽ ലഭിക്കും. വീട്ടാവശ്യത്തിനും തൊഴിലാളികൾക്കും സമീപവാസികൾക്കും നൽകി മിച്ചമുള്ള പാൽ ആനാവൂർ ക്ഷീരസഹകരണ സംഘത്തിൽ വിൽക്കും. ചൂടിന്റെ ആധിക്യത്താൽ പശുക്കളെ ദിവസവും 3 തവണ കുളിപ്പിക്കും. തറ കഴുകുന്നതിനും കുളിപ്പിക്കുന്നതിനും കംപ്രസറും ഗണ്ണും ഉപയോഗിക്കുന്നു. വെള്ളവും ചാണകവും മൂത്രവുമെല്ലാം ഓട വഴി ഗോബർ ഗ്യാസ് പ്ലാന്റിലെത്തും. ഇവിടുത്തെ പാചകത്തിന് ഈ ഗ്യാസ് മതിയാകും. പശുക്കൾക്ക് തീറ്റയായി നൽകുന്നത് വാഴപ്പോള ചെറുതായി അരിഞ്ഞതും മരച്ചീനി തണ്ടും കിഴങ്ങും ഇലയും വൈക്കോലും വളർത്തുപുല്ലുമാണ്. അതിനു പുറമെ 1 കിലോ പരുത്തി പിണ്ണാക്ക്, 1.5 കിലോ കാലിത്തീറ്റയും നൽകും. മലബാറി, ജംന പ്യാരി എന്നീ ഇനത്തിലുള്ള 16 ആടുകളെ പ്രത്യേകം തീർത്ത കൂടുകളിൽ നിർത്തി പുല്ല്, പ്ലാവില, വാഴയില എന്നിവയും 1/2 കിലോ വീതം പുളിങ്കുരു വേവിച്ചതും നൽകും. പാൽ മുഴുവനും കറന്നെടുക്കാതെ കുട്ടികൾക്കും നൽകുന്നു. 200-ൽ പരം നാടൻ കോഴികളെയാണ് ഇവിടെ തുറന്നുവിട്ട് വളർത്തുന്നത്. അതോടൊപ്പം 35 താറാവും ഗൂസും വളർത്തുന്നു. രാവിലെ തുറന്നുവിടുന്ന ഇവ പറമ്പുകളുടെ പല ഭാഗത്തായി കൊത്തിച്ചികയുന്നതുകൊണ്ട് ചിതൽ, കീടങ്ങൾ ഇവയെ ആഹരിക്കുകയും ഓരോ ദിവസവും കൊണ്ടിടുന്ന ചാണകത്തെ പല ഭാഗത്തായി ചികഞ്ഞിടുകയും ചെയ്യും. അത് വളം മണ്ണിനോട് ചേരുവാൻ സഹായകരമാകും. ഉച്ചയോടെ ഒരിടത്ത് കൂടുന്ന കോഴികൾക്ക് ധാന്യങ്ങളും ചക്കക്കുരു ചതച്ചതും നൽകും.
വൈകുന്നേരം ഇവ സ്വമേധയാ കൂടണയും. ദിനംപ്രതി 100 മുട്ടകൾ കിട്ടും. ഇത് 4 രൂപ നിരക്കിൽ വിൽക്കുന്നു. നാടൻ ഇനമായതിനാൽ പ്രത്യേക അസുഖങ്ങളൊന്നും വരാറില്ലെന്ന് PG സാക്ഷ്യപ്പെടുത്തുന്നു. സാധാരണ എല്ലാവരും കോഴി വളർത്തുന്നത്, വിശേഷിച്ചും 10-200 കോഴികളെ വളർത്തുമ്പോൾ അത് അടച്ചിട്ട പ്രത്യേകം തയ്യാറാക്കിയ കൂടുകളിലാണ് വളർത്തുന്നത്. അതേ സമയത്ത് ഇവിടെ ഇതെല്ലാം സ്വതന്ത്രമായി വിടുന്നു. അതിന്റെ കാരണം എന്താണ്? ഇതിന്റെ മെച്ചം എന്താണെന്ന് പറഞ്ഞാൽ ഇതിന് നൈസർഗികമായി നാച്ചുറലായിട്ട് കിട്ടുന്ന രോഗപ്രതിരോധ ശേഷി കിട്ടും. പിന്നെ മിനറൽസ് അടങ്ങിയ പ്രകൃതിദത്തമായ ആഹാരങ്ങൾ അതിന് കഴിക്കാൻ പറ്റും. അതുകൊണ്ട് നമുക്കെന്താന്ന് പറഞ്ഞാൽ ഈ ഫാക്ടറി നിർമ്മിതമായ ആഹാരങ്ങൾ അവോയ്ഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന് സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ പറ്റുന്നത് കൊണ്ട് നമുക്കതിന് ഓർഗാനിക് ആയിട്ടുള്ള മുട്ടയും സൗകര്യങ്ങളും കിട്ടും. റബ്ബർ തോട്ടത്തിൽ പരിപാലിക്കുന്ന 25ഓളം തേനീച്ച കോളനി ഉള്ളതുകൊണ്ട് അവയ്ക്ക് ആവശ്യമായ തേനും പൂമ്പൊടിയും യഥേഷ്ടം കിട്ടും. അതുവഴി വിളകളിൽ നിന്നുള്ള ആദായവും വർദ്ധിക്കുന്നു. വേങ്കച്ചൽ പർവ്വത്തിലെ എല്ലാ കൃഷിപ്പണികളുടെയും മേൽനോട്ടത്തിന് മുതിർന്ന കർഷകനും PGയുടെ അമ്മാവനുമായ രഘുവരൻ നായർ ദിവസവും ഇവിടം സന്ദർശിക്കുന്നു. ഇത് വെറും ഒരു കുറ്റിക്കാട് പോലെ കിടന്ന ഒരു സ്ഥലമാണ്. ഇതിനെ ഈ രീതിയിലാക്കിയത് ഒരുപാട് പണച്ചെലവും ആളിന്റെ ബലവും കൊണ്ടാണ് ഇത് ഇങ്ങനെ ആയത്. ഇപ്പോൾ ഇത്ര മനോഹരമാക്കിയത്. ഇതിന് ഒരുപാട് ചെലവ് വന്നു. ചെലവിന്റെ കണക്കൊന്നും പറയാൻ ഒക്കില്ല. അത്രത്തോളം ചെലവാക്കിയാണ് ഈ രീതിയിലെത്തിയത്. ഇപ്പോൾ നമുക്ക് ഒരു ആത്മാവിനൊരു സന്തോഷം ഈ കൃഷിയിലും മാട് വളർത്തലിലും ഒക്കെ ഉള്ള ഒരു നല്ല ഒരു അന്തരീക്ഷം നമുക്ക് കിട്ടി. ഇതൊരു ചുരുക്കി പറഞ്ഞാൽ ഇത് ഒരു മനസ്സിന് ഒരു വലിയ ആനന്ദകരമായ ഒരു രീതിയാണ്. പ്രത്യേകം തയ്യാറാക്കിയ സിമന്റിൽ തീർത്ത ടാങ്കിലാണ് കരിമീൻ വളർത്തുന്നത്. വിളകളുടെ എണ്ണം എണ്ണിയാൽ തീരുന്നതല്ല. തെങ്ങ്, മരച്ചീനി, പലതരം വാഴകൾ, തീറ്റപ്പുല്ല്, കാപ്പി, നാരകം, കുടംപുളി, സീതപ്പഴം, റംബൂട്ടാൻ, പ്ലാവ്, പലതരം മാവിനങ്ങൾ, ജാമ്പ, വാളരിപ്പയർ, പച്ചക്കറികൾ, കശുമാവ്, ലവി, ഔഷധങ്ങളായ വേപ്പ്, ആടലോടകം, ഇങ്ങനെ എണ്ണം തീരുന്നില്ല. തെങ്ങുൾപ്പെടെ എല്ലാ മരങ്ങളിലും വളർത്തിയ കരിമുണ്ട, പന്നിയൂർ 1 എന്നീ കുരുമുളകും, ചേന, ചേമ്പ്, കാച്ചിൽ, ഇഞ്ചി, കസ്തൂരി മഞ്ഞൾ, ഇങ്ങനെ പല കൃഷികൾ വേറെയുമുണ്ട്. കൃഷി തുടങ്ങിയ കാലത്തുള്ള കൊന്ന തെങ്ങുകൾ പോലും ഇപ്പോൾ സമൃദ്ധമായി കായ്ച്ചു തുടങ്ങിയിരിക്കുന്നു. മേടും പള്ളവുമായിരുന്ന ഈ സ്ഥലത്തിന്റെ ഒരു വശം വഴിയാക്കി മണ്ണൊലിച്ചു പോകാതെയും മഴവെള്ളം തങ്ങി നിൽക്കുവാനുമുള്ള പാകത്തിൽ കോണ്ടൂർ ലൈനിലുള്ള തട്ടുകൾ നിർമ്മിച്ചാണ് ഓരോ തട്ടിലും പലവിധ കൃഷികൾ തുടങ്ങിയത്. മഴവെള്ളത്തിന് നീർക്കുഴി കുത്തി മണ്ണിൽ തന്നെ താഴ്ന്നിറങ്ങുവാൻ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. അധിക വെള്ളം ചെറുചാലുകളിലൂടെ ഒഴുക്കി തോട്ടത്തിൽ തന്നെ കരിങ്കല്ലുകൊണ്ട് ഭിത്തി കെട്ടിയ 17 സെന്റ് കുളത്തിൽ സംഭരിക്കും. ഇതിൽ കട്ല, രോഹു, ഗ്രാസ് കാർപ്പ് എന്നീ മത്സ്യങ്ങളെ വളർത്തി ആദായം നേടുന്നുമുണ്ട്. ഇങ്ങനെ ജലസംരക്ഷണത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിയതിനാലാകാം കഴിഞ്ഞ 5 വർഷക്കാലം മുതൽ ഏത് കഠിന ചൂടിനെയും അതിജീവിക്കുവാനുള്ള കരുത്ത് ഇവിടുത്തെ വിളകൾക്കുണ്ട്. ഒരു കുടംപുളിയിൽ നിന്നു മാത്രം പ്രതിവർഷം 10,000 രൂപയുടെ ആദായം കിട്ടും. അതുപോലെ തന്നെ മറ്റു വിളകളിൽ നിന്നും ധാരാളം ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്നുണ്ട്. 40 സെന്റ് സ്ഥലത്ത് കൃഷിയിൽ നിന്നുള്ള ഇഞ്ചി കഴിഞ്ഞ വർഷം 38,000 രൂപയ്ക്കാണ് വിറ്റത്. ഇക്കൊല്ലത്തെ ഇഞ്ചിക്ക് 50,000 രൂപയെങ്കിലും കിട്ടുമെന്ന് ഇദ്ദേഹം വിശ്വസിക്കുന്നു. ഇഞ്ചി, കുരുമുളക്, പുളി എല്ലാം ഉണക്കി ചരക്കുകളായിട്ടാണ് വിൽപ്പന. മരച്ചീനി, വാഴകൾ എന്നിവയിൽ നിന്നും നല്ല വിളവും ലഭിക്കുന്നുണ്ട്.
ഇവിടെ ഉണ്ടാകുന്ന കുലകളും കിഴങ്ങ് വർഗ്ഗങ്ങളുമെല്ലാം തൊട്ടടുത്ത് പ്രവർത്തിക്കുന്ന സംഘമൈത്രി ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനിക്കാണ് നൽകുന്നത്. സംഘമൈത്രിയിലെ അംഗം കൂടിയാണ് PG. ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില ഉടനടി കിട്ടുന്നത് കൂടുതൽ പ്രചോദനമാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം കൃഷി അവന്റെ ജീവിത രീതിയാണ്. അപ്പൊ ഇതിനകത്ത് ഒരു ലാഭം എത്രയാണെന്ന് ഇതുവരെ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. പിന്നെ ഇതൊരു കൃഷിയുടെ കൂട്ടായ്മയാണ്. അപ്പോൾ ഇവിടെ ഒരു എംപ്ലോയീസും ഇല്ല, എല്ലാം കൂട്ടാളികളാണ്. അവര് എന്നെപ്പോലെ വയസ്സായവരും എല്ലാം ഈ കൃഷിയിൽ പരമ്പരാഗതമായിട്ട് അറിവുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇതിനകത്ത് നിന്നുള്ള ലാഭത്തിനെ പറ്റി ചോദിക്കുമ്പം ഇതെവിടെ വിൽക്കുന്നു എന്നുള്ള ചോദ്യത്തിന് ഒറ്റ മറുപടിയേ ഉള്ളൂ. ഒന്ന്, എനിക്ക് വരുന്ന ആവശ്യത്തിൽ കൂടുതലുള്ള എല്ലാം കാർഷിക ഉൽപ്പന്നങ്ങൾ സംഘമൈത്രി വഴിയാണ് വെക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഞാനിവിടെ 7 വർഷത്തിന് മുമ്പ് വീട് വെച്ച് വന്നപ്പോൾ ഞാൻ തികച്ചും ഒരു അപരിചിതനായിട്ടാണ് നാട്ടുകാർക്ക് തോന്നിയിരുന്നത്. ഇന്ന് എൻ്റെ ചുറ്റുമുള്ള നാട്ടുകാർ മിക്കവാറും എല്ലാവരും എൻ്റെ വീട്ടിൽ നിന്നാണ് പാല് മേടിക്കുന്നത്, പച്ചക്കറികൾ മേടിക്കും. ഇങ്ങേയറ്റം അത്യാവശ്യത്തിനുള്ള തേങ്ങ, തൊണ്ട്, ഇത് എല്ലാ സാധനങ്ങൾക്കും ഇപ്പോൾ വെങ്കച്ചൽ പർവ്വം ഒരു ആസ്ഥാനമായിട്ട് മാറി. കുന്നത്തുകാൽ കൃഷിഭവന്റെ മികച്ച സമ്മിശ്ര കർഷകനായി തെരഞ്ഞെടുത്തിട്ടുള്ള ഈ കർഷകൻ ആത്മയിലെ അംഗവുമാണ്. വീടിലും തൊഴുത്തിലുമെല്ലാം അനട്ടിന്റെ സാമ്പത്തിക സഹായത്തോടെ സോളാർ സിസ്റ്റം പ്രവർത്തന സജ്ജമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് വല്ലപ്പോഴും മാത്രമേ വൈദ്യുതി ഉപയോഗിക്കേണ്ടി വരുന്നുള്ളൂ. ഈ ഫാമിലുണ്ടാകുന്ന ജൈവ പച്ചക്കറികളാണ് വീട്ടുകാർക്കും തൊഴിലാളികൾക്കും നൽകുന്നത്. ഇവ കഴിക്കുന്നത് പോലും വാഴയിലയിൽ വിളമ്പിയാണ്. നെൽകൃഷി തുടങ്ങുവാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ. പ്രകൃതിക്കിണങ്ങിയ, പ്രകൃതി സൗഹൃദമായ ഭക്ഷ്യ സംസ്കാരം പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യം. ഇവിടുത്തെ 10ഓളം തൊഴിലാളികളിൽ 6 പേരും 60 വയസ്സ് കഴിഞ്ഞവരാണ്. പ്രായമേറി പണിയെടുക്കാൻ സാധിക്കാത്തവർക്ക് പോലും ആശ്രയമായി ഈ കുടുംബമുണ്ട്. അവർക്ക് ആഹാരത്തിനും താമസിക്കുവാനും ടെലിവിഷൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും മുറികളിൽ ഒരുക്കിയിട്ടുണ്ട്. മറ്റു പണിക്കാർക്ക് വിശ്രമത്തിനുള്ള പ്രത്യേക സ്ഥലമുണ്ട്. 3 നേരം ഭക്ഷണത്തിനായി ക്യാൻറ്റീനുമുണ്ട്. സാറിൻ്റെ അമ്മയും അച്ഛനും ഒക്കെ ഉള്ളപ്പോഴേ ഞാൻ ഇവിടെ കൃഷിപ്പണിയും ഇവിടെ ഈ തോട്ടങ്ങളെല്ലാം കാട് കയറിയത് കിടന്ന് ഇവിടെ വെച്ച് തളിച്ച് നമ്മൾ തന്നെ കൃഷി ചെയ്തൊക്കെ എടുത്ത് സാറ് വന്ന് ഈ വയലിൽ നെല്ലൊക്കെ കൊണ്ടുപോകും. പിന്നെ അതിനുശേഷം ഇങ്ങോട്ട് തെങ്ങേറ്റം എല്ലാമൊക്കെ ഉണ്ട്, തേങ്ങ വെട്ട്, പല ജോലികളും ഉണ്ട് ഈ തോട്ടത്ത്. ദീർഘകാലം കമ്പനി കാര്യങ്ങൾക്ക് വിശ്രമമില്ലാതെ ഓടി നടന്ന് ഒരു പച്ചപ്പ് പോലും കാണാതെ വിഷമിച്ച ഗോപാലകൃഷ്ണൻ നായർക്ക് ഇന്ന് നേരം പുലർന്നാൽ ആദ്യ കാഴ്ച കാണുന്നത് ഹരിതാഭമായ തന്റെ തോട്ടങ്ങളെയും പശുക്കളെയുമാണ്. ആദായത്തിന് വേണ്ടിയല്ല തന്റെ കൃഷി. ഇനിയുള്ള കാലം ഈ വഴിയിൽ കൂടെ തന്നെ താൻ സഞ്ചരിക്കും. തൊഴിലാളികളോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോഴുള്ള ആത്മസംതൃപ്തി ഏതൊരു വിനോദസഞ്ചാരത്തെക്കാളും അനുഭൂതി പകരുന്നതാണ്. ധാരാളം വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ച PGയുടെ ആത്മഗതം. എൻ്റെ സംതൃപ്തി എന്ന് പറഞ്ഞത് ഈ നാട്ടുകാരുടെ രീതിയിൽ നമ്മൾ അവരോടുള്ള ഒരു സേവനം പോലെയാണ്. അവർക്കുള്ള പാല്, പച്ചക്കറികൾ പലതും എനിക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിന് കിട്ടുന്ന ആത്മസംതൃപ്തി, ആത്മഹർഷം, അതാണ് ഏറ്റവും വലിയ ലാഭമായിട്ട് ഞാൻ കണക്കാക്കുന്നത്. ഇത് ലാഭം ഇല്ല എന്നല്ല, പക്ഷെ ഇത് ലാഭം അങ്ങനെ ഒരു രീതിയിൽ വീതിക്കുന്നതുകൊണ്ട് അതിനെപ്പറ്റി ശ്രദ്ധിക്കേണ്ട ആവശ്യം പോലുമില്ല, ശ്രദ്ധിക്കാനുള്ള അവസരവുമില്ല. ഒരു വ്യവസായി എന്നതിലുപരി ഒരു നല്ല കർഷകൻ എന്ന് കേൾക്കുവാനാണ് തനിക്ക് ആഗ്രഹമെന്നും അദ്ദേഹം പറയുന്നു. ഭാര്യ ഗിരിജമ്മ, മരുമകൾ ശരണ്യ, കൊച്ചുമക്കളായ കുഞ്ഞുകുട്ടൻ, അപ്പുണ്ണി എന്നിവരോടൊത്ത് ജീവിതത്തിന്റെ 2ാം അധ്യായം തുടങ്ങുകയാണ് ഗോപാലകൃഷ്ണൻ നായർ എന്ന PG.
ഇപ്പോൾ കർഷകശ്രീ വരിക്കാരാകുന്നവർക്ക് ഇരട്ടി നേട്ടം. മനോരമ ബുക്സിന്റെ കൃഷിയിലൂടെ ലക്ഷങ്ങൾ നേടാം, കർഷകശ്രീകളുടെ വിജയകഥകൾ എന്നീ പുസ്തകങ്ങളിലൊന്ന് സൗജന്യം. ഇന്ന് തന്നെ തൊട്ടടുത്ത മനോരമ ഓഫീസുമായി ബന്ധപ്പെടൂ. കർഷകശ്രീയുടെ വാർഷിക വരിക്കാരാകൂ. കർഷകശ്രീ, കർഷകർക്കും കൃഷിയെ സ്നേഹിക്കുന്നവർക്കും. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നാളികേര വികസനത്തിന് 45 കോടി രൂപയുടെ പദ്ധതി. തേനീച്ച വളർത്തലിൽ വിദഗ്ധ പരിശീലനം. കേരള കാർഷിക സർവകലാശാലയുടെ പുതിയ പയർവിത്ത് ഗീതിക. വിശദമായ വാർത്തകളിലേക്ക്. നാളികേര ഉൽപാദനത്തിന്റെയും കേര കൃഷിയുടെയും സമഗ്ര പുരോഗതി ലക്ഷ്യമാക്കി സംസ്ഥാന കൃഷിവകുപ്പ് നടപ്പ് സാമ്പത്തിക വർഷം 45 കോടി രൂപയുടെ ബഹുമുഖ വികസന പദ്ധതി നടപ്പാക്കുന്നു. കേര ഗ്രാമം എന്ന് പേരിട്ടിരിക്കുന്ന ഈ പദ്ധതി പ്രകാരം 3 പ്രധാന പ്രവർത്തനങ്ങൾക്കാണ് മുൻതൂക്കം നൽകുന്നത്. സംയോജിത പോഷക പരിപാലനം, സംയോജിത കീട നിയന്ത്രണം എന്നിവ പ്രാവർത്തികമാക്കി തെങ്ങിൻ തോട്ടങ്ങളിലെ സമഗ്ര പരിപാലനം ശക്തിപ്പെടുത്തുക, പഞ്ചായത്ത് തലത്തിൽ രൂപീകരിച്ച കേര എപെക്സ് സൊസൈറ്റികളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുക, നീര ടാപ്പിംഗ് നടത്താൻ ടെക്നീഷ്യന്മാർക്ക് സാങ്കേതിക പരിശീലനം നൽകുക എന്നിവയാണ് പ്രധാന പ്രവർത്തനങ്ങൾ. സംസ്ഥാന സർക്കാർ നടപ്പ് സാമ്പത്തിക വർഷം കൊപ്ര സംഭരണം ഊർജ്ജപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പച്ചത്തേങ്ങയുടെ സംഭരണ വില കിലോയ്ക്ക് നിലവിലുള്ള 25 രൂപയിൽ നിന്നും 28 രൂപയായി വർദ്ധിപ്പിച്ചു. കൃഷിവകുപ്പാണ് പച്ചത്തേങ്ങ സംഭരിച്ച് കേരഫെഡിന് നൽകുന്നത്. കേരള കാർഷിക സർവകലാശാലയുടെ വെള്ളായണിയിൽ പ്രവർത്തിക്കുന്ന അഖിലേന്ത്യാ സംയോജിത തേനീച്ച പരാഗണ കേന്ദ്രം കേരള സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷന്റെ സഹായത്തോടെ നാളെ മുതൽ 16-ാം തീയതി വരെ വെള്ളായണി കാർഷിക കോളേജിൽ തേനീച്ച വളർത്തലിൽ വിദഗ്ധ പരിശീലനം സംഘടിപ്പിക്കുന്നു. തേനീച്ച പരാഗണ ഗവേഷണ കേന്ദ്രം ഉരുത്തിരിച്ചെടുത്ത തേനീച്ച വളർത്തലിലെ നൂതന സാങ്കേതിക വിദ്യകൾ കർഷകർക്ക് കൈമാറി വാണിജ്യാടിസ്ഥാനത്തിൽ തേനീച്ച വളർത്തൽ പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യം. തേനീച്ച കോളനി പരിപാലനം, വിഭജനം, തേൻ ശേഖരിക്കൽ, സംഭരണം, രോഗകീട സംരക്ഷണം, തേനീച്ചയുടെ പരാഗണ സേവനം, തേനിന്റെ ഔഷധ ഗുണം, തേൻ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം എന്നിവയിൽ പ്രവൃത്തി പരിചയമടങ്ങുന്ന ക്ലാസുകൾ ഉണ്ടാകും. പരിശീലനത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട കർഷകർ നാളെ രാവിലെ 9 മണിക്ക് വെള്ളായണി കാർഷിക കോളേജിൽ എത്തിച്ചേരണം. ബേർഡ് കീപ്പേഴ്സ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഈ മാസം 9, 10 തീയതികളിൽ തിരുവനന്തപുരം ജവഹർ ബാലഭവൻ ക്യാമ്പസിൽ നടന്ന പക്ഷി പ്രദർശനം ആകർഷകമായി. വിവിധ ജനുസിൽപ്പെട്ട വിദേശ വളർത്തുപക്ഷികളെ പരിചയപ്പെടാനും അവയുടെ ശാസ്ത്രീയ പരിപാലനം, കൂടൊരുക്കൽ, ആഹാരരീതികൾ, ബ്രീഡിംഗ്, ചികിത്സ എന്നീ വിവരങ്ങൾ അറിയുവാനും അവസരമുണ്ടായി. ഇന്ത്യയിൽ ആദ്യമായി അനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യയുടെ അനുമതിയോടെ നടത്തിയ പക്ഷി പ്രദർശനം കുട്ടികളെ മൂല്യബോധമുള്ള പൌരന്മാരായി വാർത്തെടുക്കുക, പക്ഷി വളർത്തൽ ഹോബി ശാസ്ത്രീയവൽക്കരിക്കുക, പക്ഷികളുടെ ആരോഗ്യവും ക്ഷേമവും ഉറപ്പാക്കുക, പ്രകൃതിയിലേക്കും ജൈവ വൈവിധ്യങ്ങളിലേക്കും ജനശ്രദ്ധ ആകർഷിക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് സംഘടിപ്പിച്ചത്. കേരള കാർഷിക സർവകലാശാലയിലെ വെള്ളായണി കാർഷിക കോളേജിൽ വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള പുതിയ പയറിനമാണ് ഗീതിക. രോഗകീട പ്രതിരോധ ശേഷി കൂടുതലുള്ള ഈ ഇനം നേരത്തെ പൂവിടുകയും ഹെക്ടറിന് 26 മുതൽ 28 ടൺ വരെ വിളവും നൽകും. ഇവയുടെ കായകൾക്ക് 50 സെന്റിമീറ്റർ നീളവും 30 ഗ്രാം തൂക്കവും ഉണ്ടായിരിക്കും. ഗീതിക പയർവിത്ത് കിലോഗ്രാമിന് 1500 രൂപ നിരക്കിൽ ഇൻസ്ട്രക്ഷണൽ ഫാമിലെ വിൽപ്പന കേന്ദ്രത്തിൽ നിന്നും ലഭിക്കും. കമ്പോള നിലവാരം.
വെളിച്ചെണ്ണ കൊച്ചി 13,600 രൂപ, വെളിച്ചെണ്ണ കോഴിക്കോട് 14,400 രൂപ, വെളിച്ചെണ്ണ തൃശൂർ 13,500 രൂപ, കൊപ്ര കൊച്ചി 9,205 രൂപ, കൊപ്ര കോഴിക്കോട് 9,150 രൂപ, കൊപ്ര തൃശൂർ 9,165 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 57,500 രൂപ, കുരുമുളക് ഗാർബിൾഡ് 60,500 രൂപ, ചുക്ക് മീഡിയം 21,750 രൂപ, ചുക്ക് ബെസ്റ്റ് 23,750 രൂപ, മഞ്ഞൾ സേലം 8,600 രൂപ, മഞ്ഞൾ ഈറോഡ് 8,900 രൂപ, അടയ്ക്ക 21,000-നും 25,000-നും മധ്യേ. കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 12,100 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 12,500 രൂപ, കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 12,100 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 12,500 രൂപ. കമ്പോള നിലവാരം കൊച്ചി. വെളിച്ചെണ്ണ 13,600 രൂപ, കൊപ്ര 9,205 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,500 രൂപ, പിണ്ണാക്ക് റോട്ടറി 2,900 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 57,500 രൂപ, കുരുമുളക് ഗാർബിൾഡ് 60,500 രൂപ, ചുക്ക് മീഡിയം 21,750 രൂപ, ചുക്ക് ബെസ്റ്റ് 23,750 രൂപ, മഞ്ഞൾ നാടൻ 9,900 രൂപ, അടയ്ക്ക പുതിയത് 21,000-നും 25,000-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 270-നും 280-നും മധ്യേ, ജാതിക്ക തൊണ്ടില്ലാത്തത് 480-നും 550-നും മധ്യേ, ജാതിപത്രി 800-നും 900-നും മധ്യേ, ഗ്രാമ്പു 825 രൂപ. റബ്ബർ RSS 5ാം ഗ്രേഡ് 12,100 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 12,500 രൂപ, ഒട്ടുപാൽ 8,400 രൂപ, ലാറ്റക്സ് 10,000 രൂപ. കമ്പോള അവലോകനം. നടത്തണം. വിപണിയിലെ പുതിയ ചലനങ്ങൾ ഉൽപ്പന്നത്തിന് ഡിമാൻഡ് ഉയർത്തും. കുരുമുളക് വില കിലോ 600 രൂപയിലാണ്. വേനൽ മഴ സജീവമായ സാഹചര്യത്തിൽ റബ്ബർ ടാപ്പിംഗ് പുനരാരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഉൽപാദകർ. കാലാവസ്ഥയിലെ മാറ്റം കണക്കിലെടുത്താൽ മാസാന്ത്യത്തിന് മുമ്പായി പുതിയ ചരക്ക് വിൽപ്പനയ്ക്കെത്തും. 4ാം ഗ്രേഡ് കിലോ 125 രൂപയിലാണ്. മഴയെ തുടർന്ന് പല ഭാഗങ്ങളിലും തേങ്ങാവെട്ട് സ്തംഭിച്ചത് കൊപ്രാക്കളങ്ങളിലെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തി. അതേസമയം തേങ്ങയുടെ ലഭ്യത മുൻനിർത്തി മില്ലുകാർ കൊപ്രവില ഉയർത്താൻ മടിഞ്ഞു. ഏലക്ക, ജാതിക്ക, ചുക്ക്, മഞ്ഞൾ, അടക്ക വിലകളിൽ കാര്യമായ മാറ്റം അനുഭവപ്പെട്ടില്ല. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 33.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22.7 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 31, 22.9, കൊച്ചി 32.2, 25.4, ആലപ്പുഴ 31.3, 25.2, പുനലൂർ 30.5, 24, തിരുവനന്തപുരം കൂടിയ താപനില 30.9 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.7 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.